ശാന്തമായൊരു മനസ്സിലെ അന്വേഷണവും തുടങ്ങുള്ളൂ. അന്വേഷണം തീരുന്നിടത്താണല്ലോ ശാന്തി. സാർ, ഈ അന്വേഷണം തുടങ്ങുന്നു എന്ന് പറയുന്ന പലരും, സാറിപ്പോൾ അന്വേഷണത്തിൻ്റെ അന്വേഷകന്മാരായിരിക്കുന്ന പലരും അവരുടെ വിഷയ താല്പര്യങ്ങളിൽ വരുന്ന ഭംഗങ്ങൾ, മോഹഭംഗങ്ങൾ, അതിൽ വരുന്ന അസ്വസ്ഥതകളും കാരണമാണ് അന്വേഷിക്കാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ശാന്തമാണെന്ന് പറയാൻ പറ്റുക? അതെന്ത് സാറിപ്പോൾ ഉദാഹരിക്കുന്നതെന്ന് വെച്ചാൽ മറ്റ് ചിന്തകൾ വരാതിരിക്കുന്നിടത്ത് ഈ ചിന്തകൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ശാന്തിയുടെ ലക്ഷണമല്ല. മറ്റ് ചിന്തകൾ വരുന്നില്ല. കാരണം ഞാൻ നേരത്തെ സാറിൻ്റെ സൂചിപ്പിച്ച ഒരു സാറിന് കവിത എഴുതാനിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിപരമായ കുടുംബപരമായ കാര്യം വരുമ്പോൾ കവിത തീരുന്നു എന്ന് പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ. അതെല്ലാം ഇല്ലാതാവുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ പീസ് ഓഫ് മൈൻഡ് കിട്ടുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പീസ് ഓഫ് മൈൻഡ്, ഇറ്റ്സ് എ സ്യൂഡോ പീസ് ഓഫ് മൈൻഡ്. എന്താണ് വാസ്തവത്തിൽ ശാന്തി എന്ന് പറയുന്നത്? അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിലും കുലുങ്ങാതിരിക്കുന്ന കോപിപ്പിക്കലിൽ തെല്ലുമിളകാ സാധുമാനസം, ചൂട്ടരിച്ച് പിടിച്ചീടിൽ കടൽ വെള്ളം തിളയ്ക്കുമോ എന്ന് കവി പാടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ സാധുവിൻ്റെ മാനസം എന്ന് പറയുന്നത് എന്താണ്? ഇളകാത്തതാണ്. കടൽ വെള്ളം തിളപ്പിക്കാൻ ചൂട്ടരിച്ച് പിടിച്ചാൽ പോരല്ലോ എന്ന് പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾക്ക് തിളപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ മാനസം എന്ന് വിളിക്കുന്നത്. അതാണ് ശാന്തി. അല്ലാതെ മറ്റൊന്ന് ശാന്തിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ശാന്തിയല്ല. നമുക്ക് വേറെ സ്വസ്ഥത കിട്ടുന്നു, കുറേ കാര്യങ്ങളിൽ നമ്മൾ വേറെ ഇടപെടാൻ പറ്റാതെ വരുന്നു, അവയിൽ നിന്നൊക്കെ നമ്മൾ മോചിതനാവുന്നു, അത്രയേ ഉള്ളൂ. അതൊരിക്കലും ശാന്തിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്ക് വീണ്ടും വീണ്ടും ഐച്ഛികമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് പോകണം എന്ന് താല്പര്യം തോന്നുന്നത് ശാന്തിയില്ലായ്മ കൊണ്ടാണ്. മദ്യപിക്കാൻ പോകണമെന്ന് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭോഗത്തിലേക്ക് പോകണമെന്ന് തോന്നുക, നമ്മുടേതായ വ്യാസനകളിലേക്ക് പോകുക, ഒന്നുമില്ല ഫുട്ബോളിൽ കാണണം തോന്നുക, ഇതൊക്കെ ശാന്തിയില്ലായ്മയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇവിടെ കിട്ടിയല്ലോ, കൃത്യമായല്ലോ, മനസ്സിലായി. ഫുട്ബോൾ എടുത്തിട്ടപ്പോൾ എല്ലാം ആണ്. തീർച്ചയായിട്ടും ശാന്തിയില്ലായ്മ. ശാന്തിയുള്ളവനോട് നിസർഗദത്ത മഹാരാജ് പണ്ടൊരിക്കൽ ചോദിച്ചു എന്നാണ് പറയുന്നത്. ഈ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നവരൊന്ന് കൈപൊക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ കുറേ പേര് കൈപൊക്കി. അപ്പോൾ നിങ്ങളിനി ഇവിടെ വരണ്ട, കാരണം നിങ്ങൾക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. ഈ വരാത്തവരൊക്കെ മനസ്സിലാവാത്തൊരു കൈപൊക്കണമെന്ന് അവർ കൈപൊക്കി, ആവേശത്തോട് കൈപൊക്കി. അപ്പോൾ അവർ നിങ്ങളും വരണ്ട, കാരണം നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞു പറ്റാം. അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും അജ്ഞത തന്നെയാണ് ഇതിന് കാരണം. ഈ മാർഗങ്ങൾ തമ്മിൽ പ്രകടമായ വ്യത്യാസം നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടെങ്കിലും അത് തമ്മിലൊന്നും വ്യത്യാസവുമില്ല. സാറിപ്പോൾ രണ്ടാമത് ചോദിച്ച ഭാഗത്തിൽ കൂടെ അതിലോട്ട് കയറാനാണ് എളുപ്പം. ഒരു കർമ്മത്തിൻ്റേതായ വഴിയിൽ അവൻ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ കർമ്മങ്ങളുടേതായ ന്യൂനത ഇല്ലാതാക്കുകയോ ചെയ്യുന്നത് ഒരു ചെറിയ വരയെ അതിനടുത്തൊരു വലിയ വര വരച്ച് ചെറുതാക്കുന്നത് പോലെ കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട്, നല്ല കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് ആണ് അവൻ ഭക്തിയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരുവനെ ഭക്തനാവാൻ സാധിക്കുള്ളൂ. ഭക്തി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കാര്യത്തിൽ ഏകാഗ്രതയോടുകൂടി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥ. ഒരു ചിന്ത, അതൊരു വ്യക്തിയായിരുന്നാലും ശരി, ഒരു വ്യക്തിയിൽ തന്നെ ഒരു മാനസികമായിരിക്കുന്ന ഒരു സങ്കോചം ഉണ്ടായി അവിടെ തന്നെ നിലനിൽക്കാൻ സാധിക്കണമെങ്കിൽ ഒരു ക്വാളിറ്റി ഉണ്ട് മൈൻഡിന്. കാരണം അവൻ വളരെയധികം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, സുഖം കടന്നു പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ജ്ഞാനത്തിൻ്റേതായ അവസ്ഥ ഉണ്ടാകുന്നത്. ആ അവസ്ഥയും കഴിഞ്ഞതിന് ശേഷം ജ്ഞാനത്തിൻ്റെ അവസ്ഥയിൽ ഭക്തിയുമുണ്ട്, കർമ്മമുണ്ട്. ജ്ഞാനത്തിനോട് ഭക്തിയുണ്ട്, ജ്ഞാനാനുസൃതമായിരിക്കുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പിന്നെ ഓരോരുത്തരും വകതിരിച്ച് പറയുന്നു എന്നുള്ളതാണ്. അജ്ഞാനികൾ അങ്ങനെ വകതിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ജ്ഞാനികൾ അങ്ങനെ വകതിരിക്കാതെ, അത്രയേ ഉള്ളൂ. ഇല്ല, അത് എന്നാലും സ്വീകരിച്ചോളൂ.
കുട്ടിക്കാലത്തെ കുഞ്ഞുങ്ങൾ ഓടിക്കളിക്കുന്ന കണ്ടുകൊണ്ട് ഇവരെന്താ സ്കൂളിൽ പോകാത്തതെന്ന് ചോദിക്കുന്ന പോലെയുള്ളൂ. കാലക്രമത്തിൽ അവർ സ്കൂളിൽ പൊക്കോളൂ. അതിനെക്കുറിച്ചൊരു ആശങ്ക വേണ്ട. അവരെന്തായാലും ബോധത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ ബോധവാന്മാരാവും, സംശയമില്ല.